പുതിയ വീട് വെക്കുന്നവരോടാണ് നമ്മുടെ അടുത്ത് എപ്പോഴും വരുന്ന സമയത്ത് വീട് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമുണ്ട്. നമ്മളൊരു കോൺട്രാക്ടിങ് കമ്പനി എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും ആർക്കിടെക്ട്സ് വേണം. ഡിസൈനേഴ്സ് മസ്റ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് പണിയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. പൊതുവെ ആർക്കിടെക്ട്സ് എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. അതായത് നമ്മളൊരു പ്ലാൻ ഡിസൈൻ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ഡ്രോയിങ് എല്ലാം റെഡിയാക്കി ഇത് വൺസ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കോൺട്രാക്ടർക്ക് ഇത് മനസ്സിലാവാണ്ട് വരും. നമ്മുടെ ഡീറ്റെയിൽ ഡ്രോയിങ്ങോ നമ്മുടെ വർക്കിംഗ് ഡ്രോയിങ്ങോ ഒന്നും മനസ്സിലാവാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ക്ലാഷ് വരും. നമ്മൾ പലപ്പോഴും പോകുന്ന സമയത്ത് ചില കോൺട്രാക്ടേഴ്സിനോട് നമ്മൾ പറയുന്ന സമയത്ത് അവർക്ക് അന്നേരം ഈഗോ വരും. അത് വേറൊരു കാര്യമാണ്. കാരണം ആർക്കിടെക്ചർ സ്പെസിഫൈഡ് ആണ്. ആ ഡ്രോയിങ്ങിന് ഒരു ഇട പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സമ്മതിക്കില്ല. അപ്പൊ അതിൽ ചെറിയ മാറ്റം വരുമ്പോൾ തന്നെ അത് ഈഗോ ക്ലാഷ് ആയി, അത് മാറ്റാൻ സമ്മതിക്കാതായി പോകും. ആത്യന്തികമായിട്ട് ക്ലയന്റിന് അത് പ്രോബ്ലം വരുന്നത് ക്ലയന്റ് ആണ്. ക്ലയന്റിന് കോൺട്രാക്ടറോടും പറയത്തില്ല, ആർക്കിടെക്ട് വിട്ടുകൊടുക്കുകയല്ല, ഈ സാധനം ഡിസൈൻ ചെയ്ത് തന്നെ വേണം. കോൺട്രാക്ടർക്കാണ് ഈഗോ ആയി. ഈ സംഭവം മിക്കവാറും സൈറ്റിൽ കാണുന്നുണ്ട്. ഒരു കോൺട്രാക്ട് അല്ല ആർക്കിടെക്ചർ ടീമായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ അതായത് ഏറ്റവും ബെറ്റർ. എല്ലാവരും ലാഗ് ചെയ്യുന്ന ഒരു ഫീൽഡാണത്. കാരണം അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് ഈ ഒരു ഡീറ്റെയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് പ്രൊഫഷണൽ ടീമിനെ കിട്ടുന്നില്ല. വളരെ ചുരുക്കമാണ്. ഇതിൽ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊജക്റ്റ് നമ്മൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ്, അതായത് ഒരു ഡിസൈനിങ് ഏൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ടോട്ടൽ, അതായത് ആർക്കിടെക്ചർ പ്ലസ് കൺസ്ട്രക്ഷൻ ടീം എന്ന രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് ബെറ്റർ. കാരണം അത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിരിക്കും. പ്രീവിയസ് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടാവും ഒരുമിച്ച്. അപ്പോൾ അത്തരത്തിൽ ക്ലയൻറ്റിന് കുറച്ചുകൂടെ ബെറ്റർ എന്താ പറയുക ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.